Somebody once told me the world is gonna. Good morning guys. സോ ഞാൻ എൻ്റെ കെട്ടിയവനെ ക്യാരവാനിൽ ഇരുത്തിക്കിരുത്തിയിട്ട് നടക്കാൻ ഇറങ്ങിയേക്കുവാണ്. ഇന്നലത്തെ അത്രയും മഴയ്ക്കുള്ള തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങൾ ഇൻവെർണസിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇൻവെർണസ് കാസ്റ്റിലായിരുന്നു. പക്ഷെ അത് ഇപ്പോഴും ക്ലോസ്ഡ് ആണ്, എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പോകണം? റോജി ഫോൾസ് ഓൺ ദ വേ ആണ്. ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ്, 25 മിനിറ്റ്സ്. ഞങ്ങളിപ്പോൾ ഇൻവെർണസിൽ ഇറങ്ങിയിട്ട് ഒരു റൗണ്ട് അബൌട്ട് 10 മിനിറ്റ്സ് ആയി. ഒരു 34 മിനിറ്റ് കാണിക്കണ്ടായുള്ളൂ ആദ്യം. കാര്യമൊന്നും കണ്ടില്ല. അവർ ഓൾറെഡി മെയിൽ അയച്ചു, ഫിഷ് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ മനസ്സിൽ കഴിഞ്ഞ് ഞാൻ പൊക്കോട്ടെ. ഞാൻ UK പുതിയതാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്. അത് നോക്കണ്ട, എന്റെ ജോലി ഡ്രൈവറാണ്. പക്ഷെ ഇവിടെ പാർക്കിംഗ് ഉണ്ടോ? ഇത് റോക്കി ഫോൾസിന്റെ എൻട്രൻസ് ആണ്. ഇവിടുന്ന് തുടങ്ങാൻ പോണ ദേശത്തിൽ പോയി തുടങ്ങി. പാർക്കിംഗ് ഫീസ് ഉണ്ട്. ഏകദേശം മണിക്കൂറിന് ഒരു പൗണ്ട് വെച്ചിട്ട് മിനിമം 2 മണിക്കൂർ 2 പൗണ്ട്. അപ്പം അവേഴ്സ് കൂടുന്നതനുസരിച്ച് ഓരോ പൗണ്ട് കൂടി വരും. അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിത് തുടങ്ങുവാണ്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണേ. അതിൻ്റെ മുകളിൽ കയറണ്ടോന്ന് ചോദിച്ചേ. ആ കല്ലിൻ്റെ മുകളിൽ നീ കയറിക്കോ. അയ്യോ, ഇവിടെ ഒന്നും കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത്. അതാ അങ്ങനെ UK ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ വെള്ളച്ചാട്ടം കണ്ടേ. എത്ര കൊല്ലെടുത്ത് വെള്ളച്ചാട്ടം കണ്ടു. ഇതാണ് സംഭവം. അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് വരുന്നത്. വേറൊരു വഴിയുണ്ട് ആക്ച്വലി. അപ്പം പക്ഷേ നമുക്ക് കാരവാൻ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് നടന്നു വരാനായിട്ട് ഇതായിരിക്കും. ആ പേടിക്കുന്നതിനാ? എന്തിനു നീ പഠിക്കണം? ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചാരി പോരുന്നിട്ടാ. കൊടേ നമ്മളിപ്പം റോക്കി ഫോൾസിൽ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത പ്ലാൻ ഉണ്ടായിരുന്നത് ഫോൾസ് ഓഫ് ഷീൻ ആയിരുന്നു. പക്ഷെ സെയിം തന്നെയായിരുന്നു. അപ്പം സമയമില്ല, നമ്മുടെ ആകെ 4 ദിവസമേ ഉള്ളൂ. 4 ദിവസത്തിനുള്ളിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട്. ഈ NC500 ആക്ച്വലി ഒന്നല്ലെങ്കിൽ 5 days അല്ലെങ്കിൽ 7 days അല്ലെങ്കിൽ 14 days.
ഞാൻ ആലോചിക്കുമായിരുന്നു എന്തായിരിക്കും, കടലാണോ കായലാണോ ഉപ്പ് വെള്ളമാണോ ഫ്രഷ് വാട്ടർ ആണോ, ഇറങ്ങി കുടിച്ചോ കൊണ്ടുവരും. ഞാൻ ഇപ്പൊ പറയാൻ വരുമല്ലോ. അത് എവിടെയാന്ന് എനിക്ക് അറിയില്ല. ഇതെന്താ ഉണങ്ങി കിടക്കണോന്ന് ചോദിച്ചാ കടനിക്കൂടെ ചുറ്റിട്ട് വരാം. എൻട്രൻസ് ഇവിടെ നമ്മൾ ഇതികൂടെ കയറി വന്നത്. നമ്മളെ എതിക്കോടിയോ പോയി നോക്കാം, കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു വ്യൂ ഉണ്ട്. ഇതാണ് ഡൻഡ്രോബൻ കാസിൽ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ പുറകിൽ ഒരു അടിപൊളി ഗാർഡൻ ഉണ്ട്. അതൊരിക്കലും മിസ് ചെയ്യരുത്. ഞങ്ങൾ വന്നപ്പോൾ വൈകിപ്പോയി, ഞങ്ങൾക്ക് കാരണം അതിൻ്റെ അകത്ത് എൻട്രി കിട്ടിയിട്ടില്ല. രണ്ടിനും ഒരേ ടിക്കറ്റാണ്, ഓൺലൈനാണ്. സീരിയസ് അഡിക്റ്റാണ്. എനിക്കറിയാമോ, ഞാൻ ഓക്കെ ഓക്കെ വെയിറ്റ്. ഇത് ഡൺ റോബിൻസ് അല്ലേ? ഡൺ റോബിൻ കാസിൽ. അപ്പം ഡൺ റോബിൻ കാസിലാണ്, എക്സിറ്റ് അടിക്കുവാണ്. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് വാലി കോസ്റ്റ് സ്റ്റെപ്സ്. ഡൺ റോബിൻ കാസില് 1400 തൊട്ട് സദർലൻഡ് ക്ലാനിന്റെ അടിയിലാണ്. അവരുടെ ഒരു എന്താ പറയാ, തറവാട് വീട് പോലത്തെ സാധനമായിരുന്നു. തറവാടിയാണ്. അതാണ് സംഭവം. അടുത്തത് പോവാൻ പോണതാണ് വാലിഗോ സ്റ്റെപ്പ്. ഇത്രയും നല്ലൊരു ക്യാമറമാനെ നിനക്ക്, ക്യാമറ വുമണെ കിട്ടിയിട്ട് നിനക്ക് എന്ത് തോന്നുന്നു അച്ഛാ? സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു, എന്താണ് ഒരു എന്ത് തോന്നുന്നു? എനിക്ക് അതിനെ പറ്റി വലിയ അഭിപ്രായം ഇല്ല. അഭിപ്രായം ഉണ്ട്, നല്ല അഭിപ്രായം. കണ്ടു, ഇത്രയും നല്ലൊരു ഭാര്യനെ കിട്ടിയിട്ട് ഷോ. ചെവി അടഞ്ഞു പോയ ഫീൽ എങ്ങനെ? നിനക്കടഞ്ഞില്ല? എന്റെ തുറന്നു. പക്ഷെ അത് പശുവിന്റെ ബ്രീഡാണ്, മറ്റു സാധനം അല്ല. നമ്മളിപ്പോൾ വാലിഗോ സ്റ്റെപ്പിലെത്തി. ഇവിടുത്തെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടത്തില്ല. അതായത് നമുക്ക് ഇവിടെ ആകെ കൂടി വന്നു കഴിഞ്ഞാൽ വിരലെണ്ണാവുന്നൊരു പാർക്കിംഗ് സ്ലോട്ടേ ഉള്ളൂ. 1, 2 ഇത് കണ്ടോ. ഇതിൻ്റെ ഭാഗ്യത്തിന് എന്തോ നമുക്കൊരു സ്ലോട്ട് കിട്ടിയായിരുന്നു. വന്ന് കയറിയപ്പോൾ ഓപ്പൺ ആയിരുന്നു. ആ ടൈമിൽ നമുക്ക് കിട്ടിയായിരുന്നു. ആക്ച്വലി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റി. ഇതിന് പുറകിൽ വന്ന ആൾക്കാരൊക്കെ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത്തിരി റിസ്ക്കാണ് ഇവിടുത്തെ പാർക്കിംഗ്. അത്യാവശ്യം കുറച്ച് സീനാണ്. കൂടി വന്നു കഴിഞ്ഞാൽ 10 വണ്ടികൾ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല, കടലിൻ്റെ നടുക്ക് ഇത് ഫുള്ളും വിൻഡ് മില്ലുകൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഞാൻ കുറച്ചും കൂടി എന്തോ എൻ്റെ അത് നമ്മള് ഇത് ചെയ്താണ് എന്തൊട്ട് വിസിറ്റേഴ്സിന്റെ ഞാനും കാണാണ്ടായല്ലേ. ഓ, പേനയുണ്ടോ? സ്റ്റെപ്പിലോട്ടുള്ള യാത്ര തുടർന്നിരിക്കുകയാണ്. കമന്ററി പറയൂ. കമന്ററി ഇല്ല, സ്റ്റെപ്പ് തുടങ്ങട്ടെ, എന്നിട്ട് ഞാൻ പറയാം. എത്ര സ്റ്റെപ്പ് ഇറങ്ങും? എന്തെങ്കിലും ചോദിച്ചോനോട്. കുറച്ച് റിസ്ക് ഉണ്ട്. പേടിക്കാനുള്ളതൊന്നുമില്ല. ഇപ്പുറത്തോട്ടും താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും ഇല്ല. അത് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. Sonia is sponsored by Red Bull. എന്നെ റെഡ് ബുള്ളൊന്നും അല്ല. ശരിക്കും റെഡ് ബുള്ളിന്റെ ആഡ് എങ്ങനെയാന്ന് അറിയാമോ? ഫോട്ടോ എടുത്തിട്ട് വരുമ്പോ കേറാൻ പാടുപെടും. ഇതേ ഞാൻ 2 പ്രാവശ്യമായി എൻ്റെ കാല് സ്ലിപ്പാവണ്.
ഇതൊന്നും നടക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആക്ച്വലി. വേറൊന്നും കൊണ്ടല്ല, ഇത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടാവും. നമുക്ക് കണ്ടേക്കുന്ന ഫോട്ടോസൊക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഭയങ്കര നമ്മൾക്കൊരു പകുതി വരെ ഇറങ്ങിയിട്ട് തിരിച്ചു പോവാം എന്നൊരു പ്ലാനിലാണ് വന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ വിചാരിച്ചത്ര ഫോട്ടോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല ഇത് ഇറക്കാൻ വേണ്ടി. ഏകദേശം ഒരു 1 2 3 4 5 അത്രയും. പക്ഷെ ഇത് കൊള്ളാം അല്ലേ സംഭവം, കുഴപ്പമില്ല. നമ്മൾ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ റോഡ്സിൻ്റെ തൊട്ടടുത്താണ്. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 20 മീറ്റർ ഉള്ളിലോട്ട്, അല്ലെങ്കിൽ മാക്സിമം 50 മീറ്റേഴ്സ് ഉള്ളിലോട്ട് പാർക്കിങ്. അവിടെ നിന്ന് 50 മീറ്റേഴ്സ് പാർക്കിംഗ് സീനാണ്. പാർക്കിംഗ് നമ്മൾ കൊണ്ടുവന്ന വണ്ടി വെച്ച് കഷ്ടപ്പെടും. ബാക്കി സ്റ്റെപ്പ് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ നേരെ തുടങ്ങിയിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് പോവാം. സീനറി അവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. തിരിച്ചു പോവാ. അതന്നെ സ്റ്റെപ്പ് ഉണ്ട്. ഇതൊക്കെ അറ്റത്തും ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ കണ്ട സ്റ്റെപ്പ് കണ്ട തിരിച്ചു പോവാ. അങ്ങനെ വാലിഗോ സ്റ്റെപ്പ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിനി കാസിൽ സിംഗ്ലേർ ഗർണിക്കോ അവിടേക്കാണ് പോകാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 4.5 മൈൽ ദൂരമുണ്ട്. ഇന്നത്തെ അവസാനത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡാനറ്റ് ബേയിൽ ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് പോകും. ഈ സിംഗ്ലേർ കാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാസിൽ സിംഗ്ലേർ ഗർണിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 13-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. 13-ാം നൂറ്റാണ്ടിൽ ഗർണിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഏകദേശം 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഏകദേശം 1606 എന്തോ സിംഗ്ലെയർ എന്ന് പറഞ്ഞ കാസിൽ രണ്ടാമത് പണി കഴിപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താണ്. ഒരു ബ്രിഡ്ജ് വെച്ചിട്ടായിരുന്നു ഇത് നമ്മൾ കണക്ട് ചെയ്തിരുന്നത്. ജോർജ് സിംഗ്ലെയർ, 4th Earl of Caithness, അദ്ദേഹം സ്വന്തം മകനാൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട് ഏകദേശം 7 വർഷത്തോളം അവിടെ കഴിഞ്ഞ ശേഷം പട്ടിണി മൂലം മരണപ്പെട്ട ഒരു ചരിത്രം കൂടി ഈ കാസിലിനുണ്ട്. ഏകദേശം 16-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് വെച്ചിട്ട് അന്നത്തെ സിവിൽ വാറിൻ്റെ സമയത്ത് തകർന്നു തുടങ്ങിയതായിരുന്നു സിംഗ്ലെയർ കാസിൽ. അവസാനം കടബാധിത മൂലം 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഏകദേശം 6ഓളം തലമുറകൾ കടന്നുപോയി കാസിൽ വിറ്റൊഴുകിയായിരുന്നു. അതിനുശേഷം മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അന്നോട്ട് തകരാൻ തുടങ്ങിയതാണ്. ഇപ്പം ഇത് കറൻ്റ്ലി ക്ലാൻ സിംഗ്ലെയർ ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അവരാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ തകർന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനിയുള്ള തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ അവരുടെ കീഴിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.